അല്ല, അൻവർ ഇപ്പം പാർട്ടി മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. രാഷ്ട്രീയ പാർട്ടികളിൽ മൊബൈൽ രാഷ്ട്രീയം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വീണ്ടും നിലമ്പൂരിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാഷ്ട്രീയമായി ചവറ്റുകൊട്ടയായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഗതി. പിന്നെ കണ്ണൂർ ജില്ലയിലെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ റിപ്പോർട്ടുകളൊക്കെ മൊത്തത്തിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു പ്രവചനം നടത്തുന്നു. ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരും. എക്സിറ്റ് പോള് ജനഹിതം പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല. കേരളത്തിലാകെ 30,000-ഓളം വരുന്ന ആളുകളെ സമീപിക്കുകയും അഭിപ്രായം തേടുകയും ചെയ്തതിന് ശേഷമുള്ള വിലയിരുത്തലുകൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം സമീകരിക്കുന്ന ഒന്നാണ്. അത് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ജനഹിതം പ്രതിഫലിപ്പിക്കുന്നതല്ല. എന്നിട്ടും എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളും മറ്റ് ഏജൻസികളും പൊതുവായി സമ്മതിക്കുന്ന കാര്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 38% വരെ ജനങ്ങൾ പിണറായി വിജയനെയാണ് കാണുന്നത് എന്നാണ്. കോൺഗ്രസിൻ്റെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന ജനഹിതത്തിൽ അവർ 3 ആൾക്കും ലഭിക്കുന്ന എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ പിണറായി വിജയനെയാണ് കണ്ടിട്ടുള്ളത്. UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ജനഹിതമുണ്ടാവുക? എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിട്ടുള്ള എല്ലാ ഏജൻസികളും പറയുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി വന്നിട്ടില്ല, ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയ ഏജൻസികളുടെ പ്രവചന റിപ്പോർട്ടിൽ തന്നെ LDF മൂന്നാമതും അധികാരത്തിൽ വരും എന്ന സൂചനയുണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. കണ്ണൂരിൽ ഇടതുപക്ഷം കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും പുതുതായി പേരാവൂർ കൂടി വിജയിക്കാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.